2013 ഒക്ടോബർ 16 ധാക്കയിലെ ചമേലിബാദ് പ്രദേശത്തുള്ള റഹ്മാൻ കുടുംബത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആ കുടുംബത്തിലെ ആരെയും കാണാനില്ല. വീട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറിയിൽ നിന്നും കടുത്ത ദുർഗന്ധം വരുന്നത് പോലീസ് ശ്രദ്ധിച്ചു. അവർക്ക് മനസ്സിലായി അതെന്തിൻ്റെതാണെന്ന്. ബാത്റൂമിൽ റഹ്മാനും റഹ്മാന്റെ ഭാര്യയും രക്തത്തിൽ കുളിച്ച നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും ചില ആഭരണങ്ങളും പണവും കാണാനില്ലായിരുന്നു. ഓയിഷി അവളും അപ്രത്യക്ഷയായിരുന്നു. ആ വീട്ടിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ആ സത്യം അറിയുന്ന ഒരേ ഒരാൾ ഓയിഷി റഹ്മാൻ മാത്രമാണ്. പക്ഷെ ഓയിഷി എവിടെയാണ്? ഓയിഷി റഹ്മാൻ 1994 ഓഗസ്റ്റ് മാസം 17 ബംഗ്ലാദേശിലെ ഖുൽന ജില്ലയിലാണ് ജനിച്ചത്. അവളുടെ അച്ഛൻ മഹഫൂസ് റഹ്മാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. അമ്മ സ്വപ്ന റഹ്മാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഒരു ഇളയ സഹോദരനും ഇവൾക്കുണ്ടായിരുന്നു. ധാക്കയിലെ ചമേലിബാഗ് ഏരിയയിലായിരുന്നു ഇവരുടെ താമസം. ഓയിഷി കുട്ടിക്കാലം മുതൽ തന്നെ ഒറ്റപ്പെട്ട സ്വഭാവമുള്ളതും അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇഷ്ടമുള്ളതുമായ ഒരു പെൺകുട്ടിയായിരുന്നു. പഠനത്തിൽ വലിയ താല്പര്യം ഒന്നും ഇല്ല. സ്കൂളിലാണെങ്കിൽ അവൾക്ക് അധികം സുഹൃത്തുക്കളും ഇല്ല. രണ്ടുപേരും ജോലി ചെയ്യുന്ന മാതാപിതാക്കളായതിനാൽ ഓയിഷിക്ക് വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും ലഭിച്ചില്ല. വീട്ടിൽ കർശനമായ അച്ചടക്കം ഉണ്ടായിരുന്നു. അച്ഛൻ പോലീസ് ഓഫീസർ ആയതിനാൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൂടുതലായിരുന്നു. പക്ഷേ ഓയിഷിക്ക് പഠനത്തിലും ഈ നിയന്ത്രണങ്ങളിലും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളും കാലങ്ങളും കടന്നതോടെ അവൾ കൂടുതൽ ഒറ്റപ്പെട്ടൊരു പെൺകുട്ടിയായി മാറി. വീട്ടിൽ നിന്നും മാനസികമായി അവൾ അകന്നു. 2008 അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അത് പതിയെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ മാറി. മാതാപിതാക്കൾ പിടികൂടിയപ്പോൾ അവളെ ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഓയിഷി ആ ശീലം അവസാനിപ്പിച്ചില്ല. സ്കൂൾ മാറ്റിയിട്ടും അവളുടെ പഠനവും ജീവിതവും എല്ലാം കൂടുതൽ തകരാറിലേക്ക് പോയി. ഇതിനിടെ അവൾക്ക് തോന്നി തുടങ്ങി, എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്. ഈ മാനസികാവസ്ഥയിൽ 2009 അവൾ 2 തവണ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ 2 തവണയും രക്ഷപ്പെട്ടു. 2011 8ാം ക്ലാസ്സിലായിരിക്കെ ഓയിഷി സ്കൂളിന് പുറത്തുള്ള ക്ലബ്ബുകളിലും പാർട്ടികളിലും എല്ലാം സമയം ചിലവഴിക്കാൻ തുടങ്ങി. അവളുടെ സുഹൃത്ത് വലയവും അത്ര വ്യത്യസ്തമായിരുന്നു. 26 മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായമായിരുന്നു എല്ലാവരും. ചിലർ ഡാൻസേഴ്സും ചിലർ ബിസിനസ്സുകാരും. ഇവിടെ വെച്ചാണ് ഓയിഷി റോണി എന്ന ഒരു യുവാവിനെ പരിചയപ്പെടുന്നത്. അവന്റെ മുഴുവൻ പേര് മിനു റഹ്മാൻ റോണി എന്നാണ്. 24 വയസ്സ്, ഒരു പ്രൊഫഷണൽ ഡാൻസർ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി ഒരുമിച്ച് സമയം ചിലവഴിച്ചു. പക്ഷെ അവളുടെ സ്വഭാവങ്ങൾ അവളെ കൂടുതൽ ഇരുട്ടിലേക്കാണ് നയിച്ചത്. അവളുടെ ഈ ശീലങ്ങൾക്കെല്ലാം പണം ഒരുപാട് വേണമായിരുന്നു. പക്ഷെ ഓയിഷിയുടെ പക്കൽ പണമൊന്നുമില്ല. കാലം കടന്നതോടെ ഓയിഷിയുടെ ഈ ലഹരി ഉപയോഗങ്ങളെല്ലാം കൂടുതൽ ഗുരുതരമായി മാറി. പലപ്പോഴും അവൾ അച്ഛന്റെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ നേരിട്ട് തന്നെ പിടിച്ചു. കഠിനമായി അവളെ ശാസിച്ചു. പക്ഷെ ഓയിഷിയിൽ മാറ്റം ഒന്നും ഉണ്ടായില്ല. 2012 അച്ഛൻ സൂക്ഷിച്ചിരുന്ന മദ്യം പോലും അവൾ രഹസ്യമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതോടൊപ്പം യാബ എന്ന അപകടകരമായ ഒരു മയക്കുമരുന്നിലേക്കും അവൾ വീണു. ഈ ലഹരി മനസ്സിനെയും പെരുമാറ്റത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. പിന്നീട് വീട്ടിൽ നിന്നും പണം ലഭിക്കാതെയായ അവൾ വീണ്ടും സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇതവളുടെ 3ാമത്തെ ശ്രമമായിരുന്നു. ഭാഗ്യവശാൽ ഇത്തവണയും മാതാപിതാക്കൾ അവളെ രക്ഷിച്ചു. ഇതിലൂടെ എല്ലാം ഒരു കാര്യം വ്യക്തമായിരുന്നു, ഓയിഷി എങ്ങനെയായാലും അവളെ നഷ്ടപ്പെടുത്താൻ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. പക്ഷെ അവളുടെ ലഹരികൾ അപ്പോഴും തുടരുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഓയിഷി പലതവണ വീട്ടിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചു. എല്ലാ തവണയും മാതാപിതാക്കൾ അവളെ തിരിച്ചെത്തിച്ചു. അവളുടെ ലഹരിയുടെ ആഴം മനസ്സിലാക്കിയപ്പോൾ കർശനമായി നിയന്ത്രിച്ചു. വീട് വിട്ടു പോകുന്നത് പൂർണ്ണമായും വിലക്കി. സ്കൂളും മാറ്റി. ഓയിഷിയുടെ ജീവിതം ഇപ്പോൾ സ്കൂൾ വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂൾ, ഇങ്ങനെ ഒരു ഒറ്റ വഴിയിലേക്കായി. എങ്കിലും ഫോണിലൂടെ അവൾ പഴയ സുഹൃത്തുക്കളുമായി ബന്ധം തുടർന്നു. ഈ കാലത്താണ് റോണി അവൾ തന്റെ ബോയ് ഫ്രണ്ടായി കാണാൻ തുടങ്ങിയത്. തന്റെ എല്ലാ വിഷമങ്ങളും അവനോട് പറയാൻ തുടങ്ങി. അവൾക്ക് തോന്നി എന്നെ മനസ്സിലാക്കുന്നത് റോണി മാത്രമാണെന്ന്. അങ്ങനെ 2013 ജൂലൈ മാസം 31 മാതാപിതാക്കൾ ഓയിഷിയെ ഫോൺ വഴി അവൾ പഴയ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പിടികൂടി. വളരെ വലിയൊരു വഴക്കായി മാറി. അവളെ അടിച്ചു, ഫോൺ പിടിച്ചെടുത്തു. അതാണ് എല്ലാം മാറി മറിഞ്ഞൊരു നിമിഷം. ഇതുവരെ ഉണ്ടായിരുന്ന അവളുടെ ദേഷ്യം ഇപ്പോൾ വെറുപ്പായി മാറി. അന്നു മുതൽ ഓയിഷി സ്വന്തം മാതാപിതാക്കളെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കി തുടങ്ങി. അവൾക്ക് മാതാപിതാക്കൾ തന്റെ ജീവിതം നിയന്ത്രിക്കുന്ന ശത്രുക്കളായി തോന്നി.
അവളുടെ മനസ്സിൽ ഒറ്റ പരിഹാരം മാത്രം: ഇവർ ഈ ലോകത്തിൽ ഇനി ഉണ്ടാകാനേ പാടില്ല. ഇതിനായി ഓയിഷി ഒരു വലിയ കത്തി വാങ്ങി വിവിധ ഫാർമസികളിൽ നിന്നും 60-ൽ കൂടുതൽ സെഡേറ്റീവ് ഗുളികകൾ ശേഖരിച്ചു. പ്ലാൻ നടപ്പിലാക്കുന്നതിന് 5 ദിവസം മുൻപ് അവൾ കാര്യങ്ങളെല്ലാം റോണിയോട് പറഞ്ഞു. അവൻ ഡെഡ് ബോഡി മറയ്ക്കാൻ സഹായിക്കാമെന്നും അവൾക്ക് പ്രോമിസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 2013 ഓഗസ്റ്റ് മാസം 15 വൈകുന്നേരം അമ്മയ്ക്ക് സെഡേറ്റീവ് ചേർത്ത ഒരു കാപ്പി നൽകി. അത് കുടിച്ച് അമ്മ ഉറങ്ങി. രാത്രി 10 മണിക്ക് അച്ഛൻ വീട്ടിലേക്ക് വന്നു. അച്ഛനും അതേ കാപ്പി നൽകി. ഇരുവരും ഉറങ്ങി. രാത്രി 2 മണിക്ക് മദ്യപിച്ച നിലയിൽ ഓയിഷി സ്വന്തം മാതാപിതാക്കളെ കുത്തിക്കൊലപ്പെടുത്തി. ആദ്യം അമ്മ, പിന്നെ അച്ഛൻ. ഇതെല്ലാം കണ്ട 8 വയസ്സുകാരനായ സഹോദരൻ ഓഹി ഭയന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. അവനെ ശാന്തനാക്കാൻ ഓയിഷി അവനെ ബാത്റൂമിനുള്ളിൽ പൂട്ടിയിട്ടു. കൂടാതെ ഈ ഒരു ഭീകര ദൃശ്യം വീട്ടിൽ സഹായിക്കുന്ന സുമി എന്ന പെൺകുട്ടിയും കണ്ടു. ഭയന്ന സുമി ഒന്നും പറയാതെ തൻ്റെ മുറിയിലേക്ക് പോയി. രാവിലെ ഒരു 4 മണിക്ക് ഓയിഷി സുമിയെ വിളിച്ചു. എന്നിട്ട് സുമിയോട് പറഞ്ഞത്, റോണിയും അവൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് എൻ്റെ മാതാപിതാക്കളെ കൊന്നു എന്ന്. പക്ഷേ സുമിക്ക് സത്യം അറിയാമായിരുന്നു. ഓയിഷിയുടെ വസ്ത്രങ്ങളിൽ അപ്പോഴും രക്തം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ സുമിക്ക് അന്ന് വെറും 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭീകര അവസ്ഥയിൽ ഓയിഷി പറഞ്ഞതെല്ലാം അവൾ അനുസരിച്ചു. സുമി രക്തക്കറകളെല്ലാം വൃത്തിയാക്കി. ഓയിഷി കുളിച്ചു. പിന്നീട് ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ ശരീരം ബാത്റൂമിനുള്ളിലേക്ക് മാറ്റി. പിന്നീട് ഓയിഷി തൻ്റെ ചെറിയ സഹോദരനായ ഓഹിയെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്കൊരു ചെറിയ പരിക്കാണ്. അച്ഛൻ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരും ഉടൻ വരുമെന്നും പറഞ്ഞു. ഇത് കേട്ട ഓഹി ശാന്തനായി. തുടർന്ന് ഓയിഷി 2 ബാഗുകളിൽ അമ്മയുടെ ആഭരണങ്ങളും പണം, രക്തം പതിഞ്ഞ വസ്ത്രം, കത്തി, മൊബൈൽ ഫോൺ എന്നിവയെല്ലാം പാക്ക് ചെയ്തു. ഓഹിയെയും സുമിയെയും കൂട്ടി വീട് വിട്ടു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് അല്പസമയത്തേക്ക് പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അന്ന് രാത്രി താമസിക്കാൻ സ്ഥലം കിട്ടാതെ മൂവരും റിക്ഷയിൽ അലഞ്ഞു നടഞ്ഞു. പിന്നീട് സുമിയെ ഒരു റിക്ഷ ഡ്രൈവറുടെ വീട്ടിലും ഓഹിയുമായി ഓയിഷി മറ്റൊരു വീട്ടിലും തങ്ങി. അവിടെ വെച്ച് ഓയിഷി തൻ്റെ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു, അച്ഛനും അമ്മയും ചില ദിവസത്തേക്ക് മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ സുഹൃത്തിനൊപ്പം താമസിക്കുകയാണെന്ന്. എന്നാൽ അങ്കിൾ നാളെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം ഓയിഷി ഓഹിയെ മാത്രം പറഞ്ഞയച്ചു. ഓയിഷി ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണെന്നും പറഞ്ഞു. വീട്ടിലേക്ക് എത്തിയ അങ്കിൾ വലിയ ആശങ്കയിലായി. വീട് പൂട്ടിക്കിടക്കുകയാണ്. മാതാപിതാക്കളെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. സംശയം തോന്നിയതോടെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് വന്ന് വാതിൽ തുറന്നപ്പോൾ ബാത്റൂമിനുള്ളിൽ നിന്നും മാതാപിതാക്കളുടെ മൃതദേഹം കണ്ടെത്തി. ആഭരണങ്ങളും പണവും കാണാതായിരുന്നു. അപ്പോഴേക്കും ഓയിഷിയെ തേടി പോലീസ് അന്വേഷണം തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് 2013 ഓഗസ്റ്റ് മാസം 17 ഓയിഷി സ്വയം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് സറണ്ടറായി. മോഷ്ടിച്ച സാധനങ്ങൾ എവിടെയാണെന്നും അവൾ പറഞ്ഞു. റോണിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും കത്തി ഉൾപ്പെടെ എല്ലാ തെളിവുകളും പോലീസ് കണ്ടെത്തി. പിന്നീട് സുമിയും എല്ലാ സത്യവും പറഞ്ഞു. എന്നാൽ ഓയിഷിയുടെ അറസ്റ്റിന് ശേഷം അവൾ തൻ്റെ മൊഴി പല തവണ മാറ്റി. ഒരിക്കൽ റോണി കൊലപ്പെടുത്തിയതാണെന്നും മറ്റൊരിക്കൽ തനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞു. എന്നാൽ തെളിവുകൾ ശക്തമായിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ ഓയിഷി 19 വയസ്സായ പ്രായപൂർത്തിയായവളാണ് എന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമ്മയെ 11 തവണയും അച്ഛനെ 2 തവണയും കുത്തിയെന്ന് വ്യക്തമായി. 2015 നവംബർ 12 ഓയിഷിക്ക് മരണശിക്ഷ വിധിച്ചു. പിന്നീട് മാനസിക അസ്വസ്ഥതയും ലഹരിയുടെ ഉപയോഗവും പരിഗണിച്ച് ആജീവനാന്ത തടവാക്കി മാറ്റി. ഇന്നും ഓയിഷി ജയിലിൽ ശാന്തമായ ഒരു ജീവിതം നയിക്കുന്നുണ്ട്. ലഹരിയിൽ നിന്നൊക്കെ മാറി ആത്മീയ വഴിയിലേക്കാണ് അവൾ പോയത്. പക്ഷെ അവൾ ചെയ്ത കുറ്റത്തിന്റെ പശ്ചാത്താപം ജീവിതകാലം മുഴുവനും അവളെ പിന്തുടരുന്നുണ്ട്. ഇവിടെ പലർക്കും ഒരു ചോദ്യം വരാം, അവളുടെ കുഞ്ഞനുജനായ ഓഹിക്ക് എന്ത് സംഭവിച്ചു, അവൻ ഇപ്പോൾ എവിടെയാണ് എന്ന്. ഓഹി അന്ന് തന്നെ അവന്റെ അമ്മാവൻ ദത്തെടുത്തിരുന്നു. ആ ദുരന്തത്തിന് ശേഷം ഓഹി വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എവിടെയായാലും അവൻ തൻ്റെ അച്ഛനെയും അമ്മയെയും തിരയുകയായിരുന്നു. ഇന്നും അവൻ ആ രാത്രി ഒരു ഭീകര സ്വപ്നം പോലെ പിന്തുടരുന്നുണ്ട്. സ്വന്തം സഹോദരി മാതാപിതാക്കളെ കൊലപ്പെടുത്തി എന്നൊന്നും അവന് വ്യക്തമായി ഓർമ്മയില്ല. പക്ഷെ അന്നത്തെ ചില ദൃശ്യങ്ങൾ ഇന്നും അവൻ്റെ മനസ്സിൽ മങ്ങിയ ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓഹി ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും നിരന്തര പരിചരണത്തിലാണ്. ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് ഈ ആഴത്തിലുള്ള ട്രോമയിൽ നിന്നും പുറത്തേക്ക് വരാൻ അവന് ദീർഘകാല കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന്. നിങ്ങൾ തന്നെ പറയുക, ഓയിഷി ഇതെല്ലാം ലഹരിയുടെ സ്വാധീനത്തിലാണോ ചെയ്തത്? അവൾ മദ്യപിച്ചിരുന്നു, എന്നാൽ ഈ കൊലപാതകം മുൻകൂട്ടി പദ്ധതിയിട്ടതാണ്. അപ്പോൾ ഇത് ലഹരിയുടെ ഫലം എന്നതിലുപരി വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാനസിക വേദനയും അവഗണനയും കോപവുമാണ് അവൾ ഇതിലേക്ക് നയിച്ചത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. പലർക്കും ഇന്നും തോന്നുന്നത് അവളെ നേരത്തെ ഒരു മാനസിക വിദഗ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ
അവളെ വീട്ടിൽ അടച്ചു വെക്കുന്നതിന് പകരം ശരിയായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ്. ഈ ഒരു കഥ എന്തായാലും ഒരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും ശ്രദ്ധയും എത്രത്തോളം ആവശ്യമാണ് എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് വീഡിയോസ് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.